ഇല്ലായ്മ പറഞ്ഞുകൊണ്ടും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടും, ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പൈസയെക്കുറിച്ച് മാത്രമല്ല, ഒരു പുവർ തിങ്കിങ് ഉള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും പ്രോസ്പെരിറ്റി ഉണ്ടാവില്ല. റിച്ച് തിങ്കിങ് ഉള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, അവരുടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ അസോസിയേഷൻ നമ്മുടെ തിങ്കിങ്ങും ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാക്കും. ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം കൂട്ടാൻ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. അതായത് നമ്മളെപ്പോഴും വളരെ ചൂസി ആയിരിക്കണം. നമ്മൾ ബന്ധപ്പെടുന്നവർ പരമാവധി നമ്മളെക്കാളും ഹയർ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരുമായിട്ടും ഹയർ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമായിട്ടും ജീവിതത്തിലെ കുറിച്ച് നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരുമായിട്ടും സമയം ചെലവാക്കാൻ അവസരം കിട്ടിയാൽ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ജീവിതത്തിലെ ഏറ്റവും ഒരു നല്ല ലൈഫിലേക്ക് നമ്മൾ എത്താനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം. അതായത് നമ്മൾ കൂടുതൽ ഹാപ്പി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരോട് അസോസിയേറ്റ് ചെയ്യുക. അവര് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അസോസിയേഷൻ നമ്മുടെ ഹാപ്പിനെസ് കൂട്ടും. അതേ സ്ഥാനത്ത് നമ്മൾ ഏതൊരു കാര്യത്തിനും നിസ്സാര കാര്യത്തിനും അൺഹാപ്പി ആയിരിക്കുന്നവരും എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ആയിട്ടാണ് നമ്മൾ അസോസിയേഷനുകൾ. സ്വാഭാവികമായിട്ട് ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും. ജീവിത നിലവാരം കൂട്ടാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം നമ്മളെക്കാളും ജീവിതത്തിനെ കുറിച്ച് കാഴ്ചപ്പാടുള്ളവർ, നമ്മളെക്കാളും അറിവുള്ളവർ, നമ്മളെക്കാളും ലോകം കണ്ടിട്ടുള്ള ആൾക്കാര് ഒക്കെ ആയിട്ട്, നമ്മളെക്കാളും ജീവിതത്തിൽ കാഴ്ചപ്പാടുള്ള ആൾക്കാര് ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് ഒഴിവാക്കാതിരിക്കുക. അതിനുള്ള ചാൻസ് എവിടെ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താനായിട്ട് ശ്രമിക്കുക. എപ്പോഴും സ്വാഭാവികമായിട്ട് അവരുടെ ചിന്തകളും ഒക്കെ സ്വാഭാവികമായിട്ട് അത് നമ്മളിലൂടെയും നമ്മൾ ഉണ്ടാക്കുന്ന ചിന്തകളിൽ ഉണ്ടാക്കുന്ന ഡിഫറൻസ് ആയിരിക്കും ഒരുപക്ഷെ ജീവിതത്തിന്റെ നമ്മളുടെ ഒരു ലോങ് റണ്ണിലേക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടാൻ പോകുന്നത്. ഇല്ലായ്മ പറഞ്ഞുകൊണ്ടും ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പൈസയെക്കുറിച്ച് മാത്രമല്ല, ഒരു പുവർ തിങ്കിങ് ഉള്ള ഒരു സ്ഥലത്ത് ഒരിക്കലും പ്രോസ്പെരിറ്റി ഉണ്ടാവില്ല. റിച്ച് തിങ്കിങ് ഉള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക, അവരുടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ അസോസിയേഷൻ നമ്മുടെ തിങ്കിങ്ങും ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ടാക്കും. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, ഏത് ലെവലിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏത് ലെവലിലും ഹയർ ലെവലില് പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും വലിയ ലെവലിലേക്ക് ആരെങ്കിലും വളരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ടല്ല, അവർ പ്രശ്നങ്ങളെ ഡീൽ ചെയ്യാൻ അവർക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പൊ ആ പ്രശ്നങ്ങളെ ഡീൽ ചെയ്ത് അവർക്കും പ്രശ്നങ്ങളുണ്ട്, മറ്റാരേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഒരു പക്ഷേ അവർക്കുണ്ടാവും. പക്ഷെ അവർക്ക് ആ പ്രശ്നങ്ങളെ ഡീൽ ചെയ്ത് മുമ്പോട്ട് പോകാൻ അറിയാവുന്നതുകൊണ്ടാണ് അവരെപ്പോഴും അതിനെക്കുറിച്ച് മാത്രമല്ല സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങൾ അവർ ഡീൽ ചെയ്യും, പക്ഷെ അവര് എപ്പോഴും ഓൾവേസ് അവര് ഗ്രോത്തിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും അവരുടെ ചിന്തകളും ഡിസ്കഷൻസും മുഴുവനും. അവരൊരിക്കലും ദാരിദ്ര്യം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ദാരിദ്ര്യം മാറ്റാൻ സാധിക്കില്ല ഒരിക്കലും. അപ്പൊ എന്തിനും നമ്മൾ അസോസിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആരുമായിട്ടാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ലോങ് റണ്ണില് നമ്മൾ അവരുടെയൊക്കെ നമ്മൾ അറിയാതെ തന്നെ അവരുടെ പല ഗുണങ്ങളും നമ്മളിലേക്ക് ഫ്ലോ ചെയ്യുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് നമ്മൾ വളരെ ചൂസി ആയിരിക്കണം. നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് പുവർ തിങ്കിങ് ഉള്ളവരുമായിട്ടും ഒക്കെയാണ് നമ്മൾ കൂടുതൽ സമയം ചെലവാക്കുന്നതെങ്കിൽ അറിയാതെ അവരുടെ ലാംഗ്വേജും അവരുടെ ചിന്തകളും ഒക്കെ നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യുക. നമ്മുടെ സർക്കിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ചിന്തകളെ ഉയർത്താൻ പറ്റുന്നവരും നമ്മൾക്ക് ജീവിതത്തിന് കൂടുതൽ കാഴ്ചപ്പാടുണ്ടാക്കി തരാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് വേണം കൂടുതൽ സമയവും നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ. ഓക്കെ, താങ്ക് യു.